ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ പ്രിയൻ പൊന്മുഖം ആശയോടെ കാണുവാൻ പറന്നു പോകും ഞാൻ. സുഭാഷിതം. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ക്യാൻ ടു വാക്ക് ടുഗദർ അൺലെസ് ദേ ആർ എഗ്രീഡ്? വളരെ പ്രസക്തമായ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാകുന്നു. രണ്ടുപേർ ഒന്നിച്ച് എവിടെയെങ്കിലും പോകുവാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിശ്ചയമായും ഒരു ധാരണയും ആലോചനയും യോജിപ്പും ഉണ്ടായിരിക്കും. പോകേണ്ട ഇടം തീരുമാനിക്കും, രണ്ടുപേരും കണ്ടുമുട്ടുന്ന സ്ഥലം നിശ്ചയിക്കും, എപ്പോഴാണ് പോകേണ്ടത്, ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത്, ഏത് മാർഗമാണ് നാം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരണകളും ആലോചനകളും ഇല്ലാതെ രണ്ടുപേർക്ക് ഒന്നിച്ച് നടക്കുവാൻ കഴിയുകയില്ല. സൗഹൃദവും സ്നേഹവും ഐക്യവും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ഒന്നിച്ച് ഒരിടത്തേക്ക് പോകുന്നത് സാധാരണയായി തമ്മിൽ അടുപ്പവും സ്നേഹവും ഐക്യതയും ഉള്ളവരായിരിക്കും. തമ്മിൽ യോജിക്കാതെ ഒരു കൂട്ടായ്മയുമില്ല. മനുഷ്യനുമായിട്ടുള്ള കാര്യം മാത്രമല്ല, ദൈവവും മനുഷ്യനുമായുള്ള കാര്യവും ഇത് തന്നെയാണ്. ആമോസ് പ്രവചനത്തിന്റെ 3-ാം അധ്യായത്തിൽ ഇസ്രയേൽ ജനങ്ങളോടുള്ള ബന്ധത്തിലും ദൈവം അങ്ങനെ തന്നെയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആദിമ മനുഷ്യനും ദൈവവും തമ്മിൽ അഭേദ്യമായ ബന്ധവും കൂട്ടായ്മയും ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാമിനോടും ഹവ്വായോടും ചേർന്നിരിപ്പാനും നടപ്പാനും ദൈവം എത്തുമായിരുന്നു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-8 എഴുതിയിരിക്കുന്നു. ദൈവത്തോടൊപ്പമുള്ള എത്ര മനോഹരമായ യാത്രയായിരുന്നു അത്. എന്നാൽ അധികകാലം അത് നീണ്ടു നിന്നില്ല. മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ, അവൻ പാപം ചെയ്തപ്പോൾ ദൈവത്തോടൊപ്പം നടക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22 ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും 6-9 നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന്റെ മക്കൾ ദൈവത്തോടൊപ്പം നടക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തോടൊപ്പം നാം നടക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. ആമോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാൻ കഴിയുകയില്ല. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പരിശുദ്ധനായ ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയുകയില്ല. അതിന് ദൈവം തന്ന മാർഗമാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള അനുരഞ്ജനം. റോമർ 5:10 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവർ ദൈവത്തോടൊപ്പം നടക്കുന്നു. അവന്റെ കാഴ്ചയിലും സാന്നിധ്യത്തിലും മാത്രമല്ല, വിശ്വാസത്തിലും ഭയത്തിലും കർത്താവിന്റെ വഴികളിലും നിയമങ്ങളിലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഇത് പതിവായി സംഭവിക്കുന്നു. അതിൽ ദൈവവുമായുള്ള അവന്റെ നടത്തം അടങ്ങിയിരിക്കുന്നു. ദൈവവും അങ്ങനെയുള്ളവരോട് കൂടെ നടക്കുന്നു. അവിടുന്ന് തന്റെ കൃപയുള്ള സാന്നിധ്യം ദിനം തോറും നൽകുന്നു. അവിടുന്ന് ഒരുമിച്ച് നടക്കുന്നു. ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തോടൊപ്പം നടക്കുന്നവർ എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ അവിശ്വാസികളോടെ ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി.
ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടൊപ്പം നടക്കുവാൻ എല്ലാവർക്കും കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുങ്കാറ്റിൽ നിന്നും മരുഭൂമിയിലെ കൊടുംചൂടിൽ നിന്നും ശരണം തിരഞ്ഞോടുന്ന മാൻപേട പോൽ മരണം